ഹലോ എവ്രി വൺ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖല്ലേ മക്കളെ? അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ പറയുന്ന +2 എക്കണോമിക്സ് എന്നുള്ള പ്രോബ്ലംസിന്റെ ഏരിയ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. സോ +2 എക്കണോമിക്സിൽ നമുക്കൊരു 8 മാർക്ക്, ഒരു 5 മാർക്ക് മുതൽ 8 മാർക്ക് വരെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് ബഡ്ജറ്റ് ലൈനിന്റെ ഒരു ഏരിയ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അത് ചെറിയ മാർക്ക് മുതൽ വലിയ മാർക്ക് വരെ, ഇവൺ 1 മാർക്കിന്റെ ക്വസ്റ്റിന് പോലും നമുക്ക് ബഡ്ജറ്റ് ലൈനിന്റെ ഇക്വേഷൻ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കണം. അപ്പോൾ ഒരു കാരണവശാലും മിസ്സാക്കാതെ കംപ്ലീറ്റ് ആയിട്ട് കാണുക, കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാം. സോ ഈ ഒരു ബഡ്ജറ്റ് ലൈനിന്റെ ഏരിയയിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ആ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ചെയ്തിട്ട് അതൊന്ന് കമന്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. അതാണ് നിങ്ങളുടെ ഡ്യൂട്ടി. അപ്പൊ നമുക്ക് നോക്കല്ലേ, തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്ന മൈക്രോ എക്കണോമിക്സിലെ 2ാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ നമുക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയറിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്ന, സോ ബഡ്ജറ്റ് ലൈൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. സോ ജോൺ ഹാസ് എ ബഡ്ജറ്റ് ഓഫ് ₹60. He wants to buy 2 goods with his income, and the prices of good 1 and good 2 are 5 and 6 respectively. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഒരു ചെറിയൊരു ഹിന്റ്. നമുക്കിതാണ്. ഇനി ഇതിൽ നിന്ന് 4 ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഷുവർ ആയിട്ട് നമുക്ക് 4 മാർക്ക് ഇവിടെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് എ ജോൺസ് ബഡ്ജറ്റ് ലൈൻ. അപ്പൊ ഈ ഒരു പാർട്ടാണ് നമ്മൾ ആദ്യം ആൻസർ ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, നമുക്ക് തന്നിട്ടുള്ളത് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കണം. ആദ്യം നമുക്ക് തന്നിട്ടുണ്ട് ജോണിന്റെ ബഡ്ജറ്റ് 40 ആണ് എന്നുള്ളത്. അപ്പൊ എം എന്ന് പറയുന്നത് എത്രയാണ്? സോറി, 40 അല്ല, 60. ഓക്കെ, അപ്പൊ എം ആണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അതിന് നമുക്ക് തന്നിട്ടുണ്ട് 60 ആണ് എന്നുള്ളത്. അദ്ദേഹത്തിന് 2 ഗുഡ്സ് വാങ്ങണം അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഇൻകം വെച്ചിട്ട്. ഒന്നാമത്തെ ഗുഡിന്റെ വില, ഓക്കെ, ദാറ്റ് ഈസ് P1. സോ ഒന്നാമത്തെ പ്രൊഡക്റ്റിന്റെ വില എന്ന് പറയുന്നത് 5ഉം രണ്ടാമത്തെ പ്രൊഡക്റ്റിന്റെ വില 6ഉമാണ് എന്ന് തന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, ബഡ്ജറ്റ് ലൈനിന്റെ ഇക്വേഷൻ സെറ്റ് ചെയ്യണം. സോ ബഡ്ജറ്റ് ലൈനിന്റെ ഇക്വേഷൻ നമുക്ക് എന്താണെന്നുള്ളത് അറിയാം. എന്താണ് ബഡ്ജറ്റ് ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്? സോ P1x1 പ്ലസ് P2x2 is equal to M. ഓക്കെ, P1x1 പ്ലസ് P2x2 is equal to M. ഇതാണ് നമ്മുടെ ബഡ്ജറ്റ് ലൈനിന്റെ ഇക്വേഷൻ. ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു P1ന്റെയും P2ന്റെയും എമ്മിന്റെയും സ്ഥാനത്ത് നമ്മൾ ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ആൻസർ ആയി. അപ്പൊ ഒന്നാമത്തെ ആൻസർ എഴുതാൻ നമുക്ക് P1 എന്താണെന്നറിയാം, P2 എന്താണെന്നറിയാം, M എന്താണെന്നറിയാം. ഇതെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് ഇക്വേഷൻ എഴുതാം. ബഡ്ജറ്റ് ലൈനിന്റെ P1x1 പ്ലസ് P2x2 is equal to M. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിലേക്ക് ഈ വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 5x1 പ്ലസ് 6x2 is equal to 60. അപ്പൊ 1 മാർക്ക് നമുക്ക് സെറ്റായി. ഓക്കെ, അപ്പൊ നമ്മുടെ 1 മാർക്ക് ഇവിടെ ഓക്കെ ആണ്. 1 മാർക്ക് ഓക്കെ ആയില്ലേ? ഇനി നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി യൂണിറ്റ്സ് ഓഫ് ഗുഡ് 1 ക്യാൻ ഹി ബൈ ഇഫ് ഹി സ്പെൻഡ്സ് ഹിസ് എൻറ്റയർ ഇൻകം ഓൺ ഗുഡ് 1? ഗുഡ് 1ലേക്ക് ഫുള്ളി ഇൻകം നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഗുഡ്സ് നമുക്ക് വാങ്ങാൻ സാധിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സാധനം വാങ്ങാനായിട്ട് നമ്മൾ കംപ്ലീറ്റ് ഇൻകം നമ്മൾ സ്പെൻഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര വാങ്ങാൻ പറ്റും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് അതിനൊരു ഇക്വേഷൻ ഉണ്ട്. എന്താണത്? M by P1. ഇതാണ്. സോ എത്രയാണ് ഒന്നാമത്തെ സാധനം വാങ്ങിക്കാനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വാങ്ങിക്കാം, അത് നമുക്ക് കണ്ടെത്താനുള്ള ഒരു ഇക്വേഷൻ ആണ് എന്ത്? M by P1 എന്ന് പറയുന്നത്. M എത്രയാ? 60 ഉണ്ട്. P എത്രയാ? 5 ഉണ്ട്. അപ്പൊ നമുക്ക് ആൻസർ എത്രയാ വരിക? ഇവിടെ നമുക്ക് ഇവിടെ ഇത് കട്ടായി പോയി കഴിഞ്ഞാൽ എന്താണ് വരിക? അതെന്താണോ അതാണ് നമ്മുടെ ഇവിടെ ആൻസർ. ഇവിടെ നമുക്ക് 12 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, സോ 5നെ നമുക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 60നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 12 ആണ് ആൻസർ വരുന്നത്. അപ്പൊ നമുക്ക് അടുത്തൊരു മാർക്കും കൂടെ സെറ്റായി. അപ്പൊ നമ്മൾ ആലോചിക്കുക, ഈ ഒരു പാർട്ടിനെ തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? M by P1 തന്നെ ആണ്. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എന്താണ് നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ? ഹൗ മെനി യൂണിറ്റ്സ് ഓഫ് ഗുഡ് 2 ക്യാൻ ഹി ബൈ ഇഫ് ഹി സ്പെൻഡ്സ് ഹിസ് എൻറ്റയർ ഇൻകം ഓൺ ഗുഡ് 2? ഗുഡ് 2ലേക്ക് ആളുടെ ഫുൾ ഇൻകം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര യൂണിറ്റ്സ് ഗുഡ് 2 വാങ്ങാം എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ കണ്ടെത്താം. അപ്പൊ M by P1 ആണ് നമ്മുടെ
രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കാണാനുള്ള ഇക്വേഷൻ. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കാണാനുള്ള ഇക്വേഷൻ എന്താ? m/p2. m/p2 ആണ് നമ്മൾ കാണേണ്ടത്. m എത്രയാണെന്നുള്ളത് അറിയാം, 60 ആണെന്ന് അറിയാം. p2 എത്രയാണ്? p2 തന്നിരിക്കുന്നത് 6 ആണ്. ഇത് നമുക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 10 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമുക്ക് എത്ര നമുക്ക് ഗുഡ് ടു വാങ്ങിക്കാൻ കഴിയും? 10 എണ്ണം വാങ്ങിക്കാൻ കഴിയും. ഇതിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്നാണ് ഇതിനെ പറയുന്നത്. ഓക്കെ, ഇതിനെ പറയുന്ന പേരെന്താണ്? വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്ന്. സോ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ m/p2, ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് കാണാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ m/p1. അപ്പൊ നമ്മുടെ 3 മാർക്ക് സെറ്റായി. ഇപ്പോൾ 3 ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കുന്നത് നമ്മുടെ ഫൈനൽ പാർട്ട്, നാലാമത്തെ ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ സ്ലോപ്പ് ഓഫ് ദി ബഡ്ജറ്റ് ലൈൻ. ബഡ്ജറ്റ് ലൈനിന്റെ സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മുടെ നാലാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് അതും കൂടെ വർക്ക്ഔട്ട് ചെയ്താലോ? എന്താണ് സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷൻ? സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷൻ -p1/p2. ഓക്കെ, സോ -p1/p2 ആണ് നമ്മുടെ ഇക്വേഷൻ. p1ന്റെ വാല്യൂ എത്രയാ? 5 ആണെന്ന് അറിയാം. p2യുടെ വാല്യൂ എത്രയാ? 6 ആണെന്ന് അറിയാം. സോ മൈനസ് ഓഫ് p1/p2, ദാറ്റ് ഈസ് 5/6. ഇതാണ് നമ്മുടെ ആൻസർ. ഇതിനെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 0.83 എന്ന് നമുക്ക് കിട്ടും ആൻസർ ആയിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി? 4 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഇത് സ്ഥിരം ചോദിക്കാറുള്ളത്. അപ്പോൾ ഒരിക്കൽ കൂടി നമുക്ക് ഇതൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമുക്ക് ബഡ്ജറ്റ് ലൈനിന്റെ ഇക്വേഷൻ എന്താണ് എന്നുള്ളത് നമുക്ക് ആദ്യം മനസ്സിലാക്കണം. p1x1 + p2x2 = m. ഓക്കെ, അവിടെ m എന്ന് പറയുന്നതാണ് ഒരു കൺസ്യൂമറുടെ ബഡ്ജറ്റ് അല്ലെങ്കിൽ ഇൻകം എന്ന് പറയുന്നത്. സോ p1 എന്ന് പറയുന്നത് ഒന്നാമത്തെ ഗുഡിന്റെ വിലയും p2 എന്ന് പറയുന്നത് രണ്ടാമത്തെ ഗുഡിന്റെ വിലയുമാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ആളുടെ മൊത്തം ഇൻകം കൊണ്ട് എത്ര വാങ്ങിക്കാൻ കഴിയും എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ അവിടെയാണ് നമ്മുടെ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റിന്റെയും വെർട്ടിക്കൽ ഇന്റർസെപ്റ്റിന്റെയും ഭാഗം വരുന്നത്. m/p1 ആണ് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്, m/p2 ആണ് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ്. സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷൻ എന്താ? -p1/p2. ഓക്കെ, ദാറ്റ് ഈസ് -5/6. അത് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? -0.83 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സെറ്റ് അല്ലേ? ഇനി ഇതേപോലെ തന്നെ ഈ ചാപ്റ്ററിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് എന്ത്? ഈ ഒരു ക്വസ്റ്റ്യൻ അതിൽ നിന്നും കുറച്ച് ഡിഫറെന്റ് ആണ്, പക്ഷെ സെയിം പാറ്റേൺ തന്നെയാണ്. സോ കൺസിഡർ ദ ബഡ്ജറ്റ് ലൈൻ. ഓൾറെഡി നമുക്ക് ബഡ്ജറ്റ് ലൈൻ തന്നിട്ടുണ്ട്. എന്താണ്? 10x1 + 20x2 = 100 എന്നാണ് തന്നിരിക്കുന്നത്. ഇഫ് ദ കൺസ്യൂമേഴ്സ് ഇൻകം ഇൻക്രീസസ് ഫ്രം ₹100 to ₹150, കൺസ്യൂമറുടെ ഇൻകം കൂടുകയാണ്, 100-ൽ നിന്ന് 150 ആയി കൂടിക്കഴിഞ്ഞാൽ ബഡ്ജറ്റ് ലൈനിന് എന്ത് സംഭവിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് നോക്കാം. 10x1 + 20x2 = എന്താണ്? സോ ഇവിടെ 100 എന്നുള്ള സ്ഥാനത്ത് ഇപ്പൊ എത്രയായി? 150 ആയി മാറി. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ കണ്ടെത്തി കഴിഞ്ഞു, ബഡ്ജറ്റ് ലൈനിന് എന്ത് സംഭവിക്കും എന്നുള്ളത്. ഇനി ബഡ്ജറ്റ് ലൈൻ ഒന്നും നമ്മൾ വരച്ചിട്ടില്ല, അപ്പൊ നമ്മൾ അതൊന്ന് വരയ്ക്കുകയും കൂടെ വേണം. അതാണ് നമ്മൾ ഇനി നോക്കുന്നത്. അപ്പൊ അതിന് നമുക്ക് എന്തൊക്കെ വേണം? നമുക്ക് ഈ പറയുന്ന ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് വേണം, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് വേണം. ഇതെല്ലാം ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇതൊന്ന് വരച്ച് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കല്ലേ. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത് ആദ്യത്തെ ഇക്വേഷനെ വെച്ചുകൊണ്ട് നമ്മളെ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, സോ ദാറ്റ് ഈസ് m/p1 ഉം m/p2 ഉം കാണണം. m/p1 = m എത്രയാ? 100 ആണ്. p1 എത്രയാ? 10 ആണ്. അപ്പൊ ആൻസർ എന്താ? 10 ആണ്. ദെൻ m/p2 നമ്മൾ കാണുന്നു. m/p2 എങ്ങനെയാ കാണുക? സോ ഇവിടെ 100 തന്നിട്ടുണ്ട് ആദ്യത്തെ ഇക്വേഷനിൽ, /20. അപ്പൊ നമുക്ക് എത്രയാ വരിക? ഇവിടെ നമുക്ക് വരുന്ന ആൻസർ എന്ന് പറയുന്നത് 50 ആണ്. ശരിയല്ലേ? അപ്പൊ നമുക്ക് രണ്ട് m/p1 ഉം m/p2 ഉം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ രണ്ടാമത്തെ ഇക്വേഷനെ വെച്ചുകൊണ്ടുള്ള നമ്മുടെ ഹൊറിസോണ്ടലും വെർട്ടിക്കലും ഇന്റർസെപ്റ്റ് നമ്മൾ കാണുന്നു. അവിടെ നമ്മുടെ m/p1 എന്താന്നുള്ളത് നോക്കാം. m/p1 എന്താ വരിക? 10/10 അല്ല, m 150 ആണ്, /10 ആണ് വരുന്നത് അല്ലെ? അപ്പൊ നമുക്ക് എന്താ ആൻസർ വരിക? 15 ആണ് ഇവിടെ ആൻസർ വരിക. കാരണം 0 കട്ട് ചെയ്ത് പോയാൽ 15 വരും. ദെൻ m/p2 ആണ് നെക്സ്റ്റ് വൺ വരുന്നത്. m/p2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 150 / 20. ഇത് തമ്മിൽ കട്ടായി പോയി. നമ്മൾ 15 / 2 എത്രയാണ്? 7.5 ആണ്. അപ്പൊ നമുക്ക് എന്തായി? ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും ആയി, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും ആയി. സോ ഇത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇനി ഒരു ഗ്രാഫ് സെറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഗ്രാഫ് ഇതാ തൊട്ട് മുകളിൽ നമുക്ക് സെറ്റ് ചെയ്യാം. താഴത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കണ്ടന്റ് നമുക്ക് ഇവിടുന്ന് വിട്ടുപോകും. അപ്പൊ ആദ്യത്തെ ഇക്വേഷന്റെ നമ്മുടെ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് വാല്യൂസ് നമുക്കൊന്ന് എഴുതാം. എത്രയാ? 10 വരുന്നുണ്ട്, 50 വരുന്നുണ്ട് അല്ലെ? ജസ്റ്റ് എ സെക്കൻഡ്, സോറി, 50 വരില്ലല്ലോ, 5 ആണ് വരുന്നത്. ഐ എം റിയലി സോറി. ഓക്കെ, 10ഉം 5ഉം ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ആദ്യം ഇക്വേഷൻ ഒന്ന് എഴുതുന്നു. 10x1 + 20x2
is equal to 100. ഇതിലെ m by p1 എത്രയാ? is equal to 10 ആണ്. m by p2 എത്രയാ? is equal to 5 ആണ്. അല്ലെ? ഇനി രണ്ടാമത്തെ ഇക്വേഷനിൽ എന്താ വരുന്നത്? സോ ഇവിടെ രണ്ടാമത്തെ ഇക്വേഷൻ 10x1 plus 20x2 is equal to 150. ഇതിലെ m by p1 എത്രയാ വന്നിരിക്കുന്നത്? m by p1 നമുക്ക് 15 ആണ് വന്നിരിക്കുന്നത്. m by p2 എത്രയാ വന്നിരിക്കുന്നത്? that is 150 divided by 20, അതായത് 7.5 ആണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ദാ നമ്മൾ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കുകയാണേ. ഇവിടെ നമ്മുടെ എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ് ഉണ്ട്. ആദ്യം നമ്മൾ ഇതൊന്ന് വരച്ചു. ഇനി നമുക്കറിയാം ഇവിടെ 0 ആണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണു? 2, 4 അങ്ങനെ നമ്മൾ വാല്യൂ കൊടുക്കണു. 2, 4, 6, 8, 10, 12, 14, 16 വരെ നമ്മൾ വാല്യൂ കൊടുത്തു. പക്ഷെ നമ്മൾ വൈ ആക്സിസിൽ എന്തേ ചെയ്യുന്നുള്ളൂ? 1, 2, 3 എന്നേ കൊടുക്കുന്നുള്ളൂ കേട്ടോ. 1, 2, 3, 4, 5, 6, 7 ഇങ്ങനെ വാല്യൂ കൊടുത്തു. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമ്മൾ ചെയ്യേണ്ട എന്താ അറിയോ? ആദ്യത്തേൽ നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂസ് ഏതൊക്കെയാ? 10 ഉണ്ട്, അതേപോലെ തന്നെ 5ഉം വരുന്നുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഇത് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് മാർക്ക് ചെയ്യേണ്ടത് എവിടെയാ? ഇവിടെ അല്ലേ ഹൊറിസോണ്ടൽ പോയിന്റ്. അപ്പൊ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു 10 ആണ്. ദെൻ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എത്രയാ? 5 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതും തമ്മിൽ ജോയിൻ ചെയ്ത് വരച്ചപ്പോൾ നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ ആയി 10x1 plus 20x2 is equal to 100 എന്ന് എഴുതി വെക്കുക. ഇനി രണ്ടാമത്തെ ഇക്വേഷനിലെ വാല്യൂസ് നമുക്ക് നോക്കാം. രണ്ടാമത്തേലെ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എത്രയാ? 15. അത് ഇവിടെ വരിക 14നും 16നും ഇടയിലായിട്ട്. ഇവിടുത്തെ വാല്യൂ എത്രയാ? 7.5. അത് ഇവിടെ വരുന്നത്. അപ്പൊ നമ്മൾ ഇതിനെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ലൈൻ ഞാൻ വരച്ചപ്പോൾ ഇത്തിരി വളഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങൾ കറക്റ്റ് ആയിട്ട് വരയ്ക്കുക കേട്ടോ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? ഇപ്പൊ ഇത് തമ്മിൽ നമുക്ക് രണ്ട് ബഡ്ജറ്റ് ലൈൻ കിട്ടി. ഇത് നമുക്ക് ഏത് ബഡ്ജറ്റ് ലൈൻ ആണ്? 10x1 plus 20x2 is equal to 100 എന്ന് കാണിക്കുന്ന ബഡ്ജറ്റ് ലൈൻ ആണ് ഇത്. ഇത് ഏത് ബഡ്ജറ്റ് ലൈനാ? 10x1 plus 20x2 is equal to 150 എന്ന് പറയുന്ന ബഡ്ജറ്റ് ലൈൻ ആണ്. അപ്പോൾ നമ്മുടെ ഇൻകത്തിലെ കൺസ്യൂമറുടെ ഇൻകത്തിൽ വന്ന മാറ്റം കൊണ്ട് ബഡ്ജറ്റ് ലൈനിന് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ബഡ്ജറ്റ് ലൈനിലെ സ്ലോപ്പ് ഒരേപോലെ തന്നെയാണ് സ്ലോപ്പ് വരുന്നത്. പക്ഷെ എന്താണ്? റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. അപ്പൊ നമ്മൾ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാൻ പഠിച്ചു, ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് കാണാൻ പഠിച്ചു, സ്ലോപ്പ് കാണാൻ പഠിച്ചു. അപ്പൊ ഇനി ഈ ഇക്വേഷനിലെ സ്ലോപ്പും കൂടെ നമ്മൾ കാണുകയാണെങ്കിലോ? ഒന്ന് കണ്ടു നോക്കാം നമുക്ക്. ഈ ഒരു ഇക്വേഷന്റെ ഈ സെക്കൻഡ് ക്വസ്റ്റ്യനിലെ സ്ലോപ്പും കൂടെ ഒന്ന് കണ്ടു നോക്കിയാലോ? അപ്പൊ സ്ലോപ്പ് കാണാൻ എന്തേ ചെയ്യണ്ടു? -p1 by p2. അപ്പൊ -p1 എന്താ? ദാറ്റ് ഈസ് 10 by -p2 എത്രയാ? 20 ആണ്. അപ്പൊ ഇതും കട്ട് ചെയ്ത് പോയി നമുക്ക് എന്തായി? -1/2 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ദിസ് ഇസ് ദ സ്ലോപ്പ്. ഓക്കെ, സോ ക്ലിയർ ആയോ മക്കളെ? അപ്പൊ നമ്മൾ ഇന്ന് രണ്ട് കാര്യങ്ങൾ പഠിച്ചു. ഒന്ന്, ബഡ്ജറ്റ് ലൈനിന്റെ ഇക്വേഷൻ എങ്ങനെയാണ് സെറ്റ് ചെയ്യുക. p1x1 plus p2x2 is equal to m എന്നുള്ള രീതിയിൽ പഠിച്ചു. അതെങ്ങനെയൊക്കെയാണ് അതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളത് പഠിച്ചു. ദെൻ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്നുള്ള പാർട്ട് പഠിച്ചു. m/p1 ആണ് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്, m/p2 ആണ് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ്. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റിന്റെ വാല്യൂ എക്സ് ആക്സിസിലും വെർട്ടിക്കൽ ഇന്റർസെപ്റ്റിന്റെ വാല്യൂ വൈ ആക്സിസിലും ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതിനുശേഷം സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ നോക്കി -p1/p2. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ? ഇത് കൂടാതെ എങ്ങനെയാണ് നമ്മളൊരു ബഡ്ജറ്റ് ലൈൻ വരയ്ക്കുക എന്നുള്ളത് നമ്മൾ നോക്കി. അപ്പൊ നമ്മൾ നോക്കുക, ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റിലും വെർട്ടിക്കൽ ഇന്റർസെപ്റ്റിലും കിട്ടിയ വാല്യൂസ് എന്തൊക്കെയാണോ അതനുസരിച്ച് വേണം എക്സ് ആക്സിസിലും വൈ ആക്സിസിലും വാല്യൂസ് കൊടുക്കാൻ. ഇതിപ്പോ ഇനിയിപ്പോ 1, 2, 3 എന്ന് തന്നെ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ ഇത്തിരി കുറച്ചുകൂടി എളുപ്പമാവാൻ വേണ്ടി, കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി 2, 4, 6, 8 എന്നുള്ള രീതിയിൽ കൊടുത്തു എന്ന് മാത്രം. ഓക്കെ, ഇതിപ്പോ 10 എന്നാണ് പോകണമെന്നുണ്ടെങ്കിലോ 1, 2, 3 ഇട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഇത്രയും ലെങ്തി ആയിട്ട് ഗ്രാഫ് വരും. അപ്പൊ അത് വേണ്ടാന്ന് കരുതിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്? ഇങ്ങനെ ഒരു ഗ്രാഫ് സെറ്റ് ചെയ്തത്. ഓക്കെ, അപ്പൊ ബഡ്ജറ്റ് ലൈൻ എങ്ങനെയാ വരയ്ക്കുക, ബഡ്ജറ്റ് ലൈനിന്റെ ഇക്വേഷൻ എങ്ങനെയാ സെറ്റ് ചെയ്യുക, സ്ലോപ്പ് എങ്ങനെ കണ്ടെത്തുക എന്നുള്ളതെല്ലാം ക്ലിയർ ആയില്ലേ? അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ മക്കളെല്ലാവരും ഈ ഒരു പാർട്ട് നല്ല രീതിയിൽ ചെയ്ത് മനസ്സിലാക്കി, ഇതൊക്കെ കാണുന്ന സമയത്ത് ഇത് ചെയ്തും കൂടി വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഇതുപോലെ തന്നെ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ആ ക്വസ്റ്റ്യന്റെ ആൻസർ ചെയ്തിട്ട് ഒന്ന് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്തോളൂ. അപ്പൊ എക്സാം ഒക്കെ എടുത്തു, മോഡൽ എക്സാംസ് എടുത്തു. അപ്പൊ 17, 18 നമുക്ക് എക്കണോമിക്സിന്റെ മോഡൽ എക്സാം വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആരും മിസ്സാക്കേണ്ടാത്ത ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ എല്ലാവരും വർക്ക്ഔട്ട് ചെയ്തോളൂ. തുടരെ നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് എല്ലാം വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. സോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്തോളൂ, കമന്റ് ചെയ്തോളൂ. അപ്പൊ ആൻസർ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ.